കേരളത്തിലെ ഒരു പത്രവാർത്തയാണിത്. കേരളത്തിൽ മാത്രം ജോലി ഇല്ലാത്ത ഡോക്ടർമാരുടെ എണ്ണം 8,000-ന് മുകളിലാണ്. എഞ്ചിനീയേഴ്സിൻ്റെ എണ്ണം 43,000-ന് മുകളിലാണ്. തൊഴിലില്ലായ്മ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് കണക്ക് പ്രകാരം കേരളത്തിലെ യൂത്തിൻ്റെ, അതായത് 19 വയസ്സിൻ്റെയും 25 വയസ്സിനിടയിലുള്ള യൂത്തിൻ്റെ എണ്ണത്തെക്കാളും 12% തൊഴിലില്ലായ്മ കൂടുതലാണ്. നമ്മുടെ നാട്ടിലൊക്കെ നിങ്ങൾ എടുത്തു നോക്കി, 20,000-ന് മുകളിൽ ശമ്പളം വാങ്ങുന്ന എത്ര ആൾക്കാരുണ്ടാവും? വളരെ കുറവായിരിക്കും ഉണ്ടാവുക. പക്ഷേ ജോലി എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വലിയ പാടാണ്, ഭയങ്കര പാടാണ് ജോലി. അപ്പം അവിടെ ആ ഒരു ലോകത്ത് നമ്മൾ സർട്ടിഫിക്കറ്റ് മാറ്റർ ഓൺലി വെൻ സ്കിൽസ് ആർ റിയൽ എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തിനാണ് കാണിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. സോ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾ പഠിക്കുന്ന വെറുതെ പഠിക്കല്ല, പഠിക്കുന്ന ഒരു അർത്ഥം നമുക്കുണ്ട്. സോ അവിടെ പ്രധാനമായിട്ടുള്ള കാര്യം, ഇത് വേറെ സംഭവമാണ്, ലേറ്റസ്റ്റ് വന്ന ഒരു റിപ്പോർട്ടാണ്. നമ്മുടെ വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ റിപ്പോർട്ടിൽ ഏതൊക്കെ ജോലികൾ ഇല്ലാണ്ടാവും, ഏതൊക്കെ ജോലികൾ പുതിയതായിട്ട് വരും. തൊട്ടപ്പുറത്ത് കാണുന്ന ഈ ഗ്രാഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്രാഫ് വളരെ സിമ്പിളാണ്. ഇന്ത്യയിൽ ഡിഗ്രി പഠിച്ച ജോലി ചെയ്യുന്ന ആളുകളുടെ എണ്ണം ആകെ 10% ഉള്ളൂ. ഞാൻ പഠിച്ച ഡിഗ്രി വേറെയും ചെയ്യുന്ന ജോലി വേറെ ചെയ്യുന്ന ആളുകളുടെ എണ്ണമാണ് 90%. അപ്പം നമ്മൾ ആലോചിച്ച് നോക്ക്, കരിയർ മിസ്മാച്ചാണ്. ഞാൻ പഠിച്ചതൊന്ന്, ചെയ്യുന്ന ജോലി വേറെ. അപ്പം അതിൽ നമുക്ക് കുറേ ലാഗ് വരും, കുറേ സ്പീഡ് കുറയും. അപ്പം ഇത് ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഡാറ്റകൾ നിങ്ങളൊന്ന് കാണിച്ചു തന്നുള്ളൂ. സോ കുറേ ജോലികൾ ഇല്ലാണ്ടാവും, +2 പഠിക്കുന്ന കുറേ കുട്ടികൾ കരിയർ മിസ്മാച്ച് വരുന്നു, ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ, കുറേ ഡാറ്റകളും കാര്യങ്ങളൊക്കെ കരിയറിൽ ചില ഡാറ്റകൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു. സോ അവിടെ പ്രധാനമായിട്ടുള്ള കാര്യം എജിലിറ്റി ഈസ് ദ മാറ്റർ. നിങ്ങളോട് നേരത്തെ റാഷിദ് ഗസാലിയുടെ സെഷനിലാണെങ്കിലും പറഞ്ഞൊരു കാര്യമായിരുന്നു, ഇവിടെ ഒരു പേപ്പർ പ്രസൻറ്റേഷൻ അവസരം തന്ന സമയത്ത് അതിലോട്ട് അവസരങ്ങൾ കൊടുത്ത ആളുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. ഇത്രയും നല്ലൊരു പ്രോഗ്രാമിൽ നമുക്കൊരു മൊമെൻറ്റ് കിട്ടുകയാണ് സ്റ്റാൻഡപ്പ് ചെയ്യാൻ. പക്ഷെ നമ്മൾ എന്താ ചെയ്യുക? നേരത്തെ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറഞ്ഞു. വി ഹാവ് മോർ കൺഫ്യൂഷൻസ്, ബട്ട് നമ്മളിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ? വി ട്രൈ ടു എങ്ങനെ അവിടെ മനോഹരമായിട്ട് ഇരിക്കാം. അതാണ് ഇപ്പോഴും നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ നമുക്ക് കുറച്ച് നേരം ഉറങ്ങാം, നല്ല ബിരിയാണിയൊക്കെ തിന്നതല്ലേ, എങ്ങനെ കുറച്ച് നേരം ഉറങ്ങാം, എങ്ങനെ കുറച്ച് നേരം അവിടെ ഇരിക്കാം, ഇതാണ് നമ്മുടെ ചിന്ത. പക്ഷെ അതിൻ്റെ അപ്പുറത്തോട്ട് എങ്ങനെ എണീറ്റ് നിൽക്കാം, ഈ 250 കുട്ടികൾ കൂടിയ സദസ്സിൽ എനിക്ക് എണീറ്റ് നിന്ന് എൻ്റെ ഐഡൻറ്റിറ്റി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ആരും ചിന്തിക്കുന്നില്ല. സോ നേരെ തിരിച്ച് നമ്മളൊക്കെ ഐഡൻറ്റിറ്റി ഉണ്ടാക്കാൻ പോകുന്നത് വളരെ മോശമായ രീതിയിലാണ്. അതിൻ്റെ ഒരു ഭവിഷ്യത്തായിരുന്നു ഇന്നലെ കോഴിക്കോട് നടന്ന സംഭവം. നമ്മളെല്ലാവരും കണ്ടു, ഒരു മനുഷ്യൻ്റെ ജീവൻ അവിടെ അവസാനിപ്പിച്ചു. സോ ഐഡൻറ്റിറ്റി ഈസ് ദ മാറ്റർ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജെൻസികളായ നിങ്ങൾ ഏറ്റവും കൂടുതൽ ക്രൈസിസ് അനുഭവിക്കേണ്ട കാര്യം എങ്ങനെ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനാണ് സോഷ്യൽ മീഡിയയിൽ സകല വേണ്ടാത്തരവും കാണിച്ചു കൂടുന്നത്. ഐഡൻറ്റിറ്റി ഈസ് ദ മാറ്റർ. നമ്മുടെ ന്യൂ ഇയറിൻ്റെ അന്ന് ഡിസംബർ 31 ഞാൻ കാസർഗോഡ് നിന്ന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ രാത്രി 11:30 എത്തുന്നത്. എത്തിയ സമയത്ത് എനിക്ക് പുറത്തു പോകാൻ പറ്റുന്നില്ല, റെയിൽവേ സ്റ്റേഷൻ അത്രയും ഫുള്ളാണ് ആൾക്കാർ. ദെൻ പുറത്തിറങ്ങിയിട്ട് വണ്ടി എടുത്ത് പോകാൻ പറ്റില്ല, ഫുള്ളാണ്. അന്ന് എവിടേക്കോ ആളുകൾ നിർത്തിയിട്ട് നടക്കുകയാണ്. നമ്മുടെ പുഷ്പ ജംഗ്ഷൻ മുതൽ അങ്ങ് ഫ്രാൻസിസ് റോഡ് വരെ അങ്ങ് നടന്നു പോയിട്ട് ബീച്ചിലോട്ട് പോവാണ്. സോ അവിടെ പോയിട്ട് ആ ബീച്ച് മുഴുവൻ ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ ഒരുമിച്ച് കൂടുന്നുണ്ട്. അത് ഓരോരുത്തരും പോകണം എന്തിനുണ്ടാകുമോ? ഞാൻ അവിടെ പോയിട്ടില്ലെങ്കിൽ എൻ്റെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ടു, പിന്നെ ഈ സമൂഹത്തിൽ എന്നെ ഒന്നിനും പറ്റൂല. അവിടെ പോയിട്ട് എന്ത് കിട്ടാനാ? എല്ലാ ദിവസവും കലണ്ടർ മാറുന്ന പോലെ ജസ്റ്റ് അടുത്ത ദിവസം മാറുന്നു, വേറെ ഒന്നും അവിടെ സംഭവിക്കുന്നില്ല. പക്ഷെ നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഫോമോ എന്ന് പറയും. ഒരു ഫോമോ സിൻഡ്രമാണ് നമ്മുടെയൊക്കെ ബ്രെയിനിനുള്ളത്, ഫിയർ ഓഫ് മിസ്സിങ് സംവൺ. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഇങ്ങനെ ആവും. അവിടെ ഇരിക്കാനല്ല പഠിക്കേണ്ടത്. ഇത്രയും മനുഷ്യന്മാരിയ്ക്കുന്ന സമയത്ത് നിങ്ങളോട് നേരത്തെ ആ റാഷിദ് ഗസാലി പറഞ്ഞ വാക്യം വീണ്ടും എടുത്തു പറയാണ്, ഈ 200 ആളിരിക്കുന്നിടത്ത് തലയാവാനല്ല തലച്ചോറാവാൻ പഠിക്കണം. അത് നമുക്ക് എങ്ങനെ ആവാം എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം.